നാല് അവസ്ഥയിലെ ആളുകൾ നമ്മളെ ചേസ് ചെയ്യും, ആളുകൾ നമ്മളെ പിന്തുടരും. ഒന്ന്, നമ്മൾക്ക് സക്സസ് ഉണ്ടായിരിക്കണം. വിജയിച്ചവരെ ആളുകൾ പിന്തുടരും, ഇല്ലേ? പിന്തുടരും. എങ്ങനെയാണ് അവർ വിജയിച്ചതെന്ന് അറിയാൻ വേണ്ടി അവരൊപ്പം കുറേ ആളുകൾ ഉണ്ടാവും. വിജയിച്ചു എന്ന് മറ്റവർ കാണുന്ന ഒരു തലത്തിലേക്ക് എത്തിയ ആളെ പിന്തുടരും. രണ്ട്, ഫിസിക്കലി ഫിറ്റായിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ പിന്തുടരും. നല്ല ഭംഗിയുള്ള കുറച്ച് ആളുകളെ പേര് പറഞ്ഞ് വെറുതെ നമ്മളിങ്ങനെ നമുക്കൊരു വെറുതെ ഇങ്ങനെ തോന്നും അവരെ ഫോളോ ചെയ്യാൻ. അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ. കുറച്ച് ബോഡി ഷേപ്പും ഫിറ്റും ഒക്കെ ഉള്ള നമ്മുടെ സാറിനെ പോലുള്ളവരൊക്കെ ഫോളോ ചെയ്യും. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സാറിനെ കണ്ടപ്പോൾ, അല്ലേ, നല്ല ബോഡിയാണെന്നൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കും ഫാൻസ് ഉണ്ട്. ആൾക്കുണ്ടാവും, ആള് നല്ല കിടിലൻ മനുഷ്യനാണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ആളുകൾ പറഞ്ഞ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഹൃതിക് റോഷൻ, ടൊവിനോ. ടൊവിനോ, നമ്മളയാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അയാളെ ഫിസിക്കൽ ഫിറ്റ് നമുക്കോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കും. ഫിസിക്കലി ഫിറ്റ് ആവുന്ന ആളുകളെ, അട്രാക്റ്റീവ് ആവുന്ന ആളുകളെ, നല്ല വസ്ത്രം ധരിക്കുന്ന അങ്ങനത്തെ ആളുകൾ ഫോളോ ചെയ്യും അല്ലെങ്കിൽ പിന്തുടരും. മൂന്നാമത്തത്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്നവരെ, പരിഹരിക്കുന്നവരെയൊക്കെ ആളുകൾ പിന്തുടരും. അയാളടുത്ത് പോയാൽ നമുക്ക് ഇത്തിരി സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, അയാൾ നമ്മുടെ പ്രശ്നം പരിഹരിക്കും. നാലാമത്തത്, സന്തോഷമുള്ള ആളുകളെ പിന്തുടരും. നമ്മൾ കല്യാണ വീട്ടിൽ പോകുന്നു, തലേ ദിവസം നമ്മളിങ്ങനെ വെറുതെ നടക്കുമ്പോൾ 2-3 പേരിരുന്നിട്ട് ഒരു വർത്താനൊക്കെ പറഞ്ഞ ചിരിയും കളിയും ഒക്കെ ഉണ്ടാവും. കസേരയൊക്കെ ഇട്ടിരുന്ന് രാത്രി കുറച്ച് കഴിഞ്ഞാൽ കാണാം അവിടെ ഇങ്ങനെ ആൾക്കൂട്ടം കൂടി അതിങ്ങനെ വലുതാവും. കാരണം ആ സന്തോഷത്തിൽ ഇങ്ങനെ പങ്കെടുക്കാൻ ഒരാൾ വരും, എന്നിട്ട് കഥ പറയും. അപ്പൊ കഥ പറയുന്നവൻ്റെ ഇടയിൽ ഇയാൾ മുഖത്ത് നോക്കിയിട്ട് ആ കഥ കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ പിന്നെ ചിരിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും. സന്തോഷമുള്ളവരെ. അപ്പൊ 4 കാര്യം എന്താ പറയുക? 1, വിജയിച്ചവരെ. 2, ഫിസിക്കലി ഫിറ്റായവരെ. 3, മറ്റുള്ളവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ. 4, സന്തോഷം ഉള്ളവരെയും കൊടുക്കുന്നവരെ. ഇതിൽ ഈ 4 കൂട്ടരെയും മറ്റുള്ളവർ പിന്തുടരുകയും ഫോളോ ചെയ്യുകയും ചെയ്യും. നമ്മൾ ചിന്തിക്കേണ്ടതേ, നമ്മൾ ഇതിനെ ചേസ് ചെയ്യണോ അതോ അതാവണോ എന്നുള്ളത്. അട്രാക്ഷൻ, ഞാൻ പറഞ്ഞില്ലേ, ഷീസ് ഓൺ ദി സ്പോട്ടാണ്, ഷീസ് റിയലി സ്പോട്ടാണ്. നമുക്ക് 2 കാര്യം ചെയ്യാം. ഈ പറഞ്ഞ 4 കൂട്ടരെ പിന്തുടരാം, അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നായിട്ട് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാം. സക്സസ്, ബോഡി, സന്തോഷം കൊടുക്കുക. സന്തോഷം കൊടുത്തുകൊണ്ടിരുന്ന കൂടും, സങ്കടം കൊടുത്തുകൊണ്ടിരുന്ന കുറയും. സന്തോഷത്തിൻ്റെ രസം അതാണ്. സന്തോഷം ചിലപ്പോൾ പുറകെ പോയാൽ കിട്ടൂല കേട്ടോ. ഹാപ്പിനെസ് ഈ ചിത്രശലഭം പോലെ, അതിനെ പിടിക്കാൻ പോയാൽ പറന്നു പോകും. നേരെ വെച്ച് ചിത്രശലഭമുള്ള സ്ഥലത്ത്, ബട്ടർഫ്ലൈ ഉള്ള സ്ഥലത്ത് ചെന്നിട്ട് നമ്മളിങ്ങനെ നിന്ന് നോക്കി ആ കാടുണ്ട് ബട്ടർഫ്ലൈ, അവിടെ നിന്നാൽ മതി, അത് പറന്നു വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഹാപ്പിനെസ് ഉള്ള സ്ഥലത്ത് കൂടിയാൽ മതി. അപ്പോൾ ചേസ് ചെയ്യണോ അട്രാക്ട് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും.